നമസ്കാരം. കേരളം ഒരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. 2026 10 വർഷത്തെ LDF ഭരണത്തിനു ശേഷം കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അതോ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ഒരു ഹാട്രിക് വിജയം നേടി ചരിത്രം കുറിക്കുമോ? ശരിക്കും പറഞ്ഞാല് ഇതൊരു ഇലക്ഷൻ മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തീരുമാനിക്കുന്ന ഒരു പോരാട്ടമാണ്. അപ്പോൾ നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ തെരഞ്ഞെടുപ്പിനെ കീറിമുറിച്ച് പരിശോധിക്കാൻ നമ്മൾ 6 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, ഏറ്റവും പുതിയ സർവേ കണക്കുകൾ, മുന്നണികളുടെ ഗെയിം പ്ലാൻ, എവിടെയാണ് ശരിക്കുള്ള പോരാട്ടം നടക്കുന്നത്, പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകൾ. അവസാനം എല്ലാ ഡേറ്റയും വെച്ച് നമ്മുടെ ഒരു ഫൈനൽ പ്രവചനവും. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് എപ്പോഴും ഇത്രയധികം ചർച്ചയാകുന്നത്? ശരിക്കും 2026 ഇത്ര പ്രാധാന്യമുള്ളതാകാനൊരു കാരണമുണ്ട്. അത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഒരു ക്ലോക്കിലെ പെൻഡുലം കണ്ടിട്ടില്ലേ? അതുപോലെയായിരുന്നു കേരള രാഷ്ട്രീയം. ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണം കൃത്യമായി UDFൽ നിന്ന് LDFലേക്കും പിന്നെ തിരിച്ച് LDFൽ നിന്ന് UDFലേക്കും മാറും. ഇതായിരുന്നു ഒരു 4 പതിറ്റാണ്ടായുള്ള രീതി. പക്ഷെ 2021 പിണറായി വിജയൻ ആ പെൻഡിയമങ്ങ് പിടിച്ചു നിർത്തി. LDF തുടർഭരണം നേടിയപ്പോൾ തകർന്നത് 40 വർഷത്തെ ചരിത്രമാണ്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം ഇതാണ്: 2026 ആ പെൻഡുലം വീണ്ടും ചലിച്ചു തുടങ്ങുമോ, അതോ നിശ്ചലമായി നിൽക്കുമോ? ശരി, ചരിത്രം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. ഗ്രൗണ്ടിലെ അവസ്ഥയെന്താണ്? ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എങ്ങോട്ടാണ്? ഏറ്റവും പുതിയ സർവേകൾ നമുക്ക് ചില സൂചനകൾ തരുന്നുണ്ട്. നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം. സ്പിക് മീഡിയയുടെ ഈ സർവേ നോക്കൂ. UDFന് വ്യക്തമായൊരു ലീഡ് കാണുന്നുണ്ട്, 37.74%. LDF തൊട്ടുപിന്നാലെയുണ്ട്, 30.66%. പക്ഷേ ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. NDAയുടെ വോട്ട് ഷെയർ 18.95%. ഇതൊരു ചെറിയ കാര്യമല്ല. കേരളത്തിലെ മത്സരം പതിയെ ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ നിന്ന് ത്രികോണ മത്സരത്തിലേക്ക് മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണിത്. ഈ നമ്പറുകൾക്ക് പിന്നിൽ സാധാരണക്കാരുടെ ജീവിതമുണ്ട്, അവരുടെ ആശങ്കകളുണ്ട്. എന്താണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്? തൊഴിലില്ലായ്മ, പിന്നെ തീപിടിച്ചുപോലുള്ള വിലക്കയറ്റം, നല്ല റോഡുകൾ, നല്ല ആശുപത്രികൾ, അഴിമതിയില്ലാത്ത ഭരണം, ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ആരു പരിഹാരം കാണുന്നോ, വോട്ട് അവർക്ക് തന്നെയായിരിക്കും. ഇനി നമുക്ക് സീറ്റുകളുടെ കണക്ക് നോക്കാം. ഇവിടെയാണ് കളി ശരിക്കും മുറുകുന്നത്. സർവേ പ്രകാരം കേവല ഭൂരിപക്ഷത്തിനു വേണ്ട മാന്ത്രിക സംഖ്യയായ 71 സീറ്റിൽ UDF കഷ്ടിച്ചെത്തുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ 63 സീറ്റുമായി LDF ഉണ്ട്. ഒരു ചെറിയ മാർജിൻ. പോരാത്തതിന് 6 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുള്ള NDA ഒരു കിങ് മേക്കറായി മാറിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകാനാണ് എല്ലാ സാധ്യതയും. അപ്പോ ഈ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഓരോ മുന്നണിയുടെയും ഗെയിം പ്ലാൻ എന്താണ്? അവരുടെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കവരെ തന്ത്രങ്ങളൊന്നു നോക്കാം. ഇതൊരു വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് 3 മുന്നണികളും ഒരേപോലെ പറയുന്നു. അവിടെ വലിയ വ്യത്യാസമില്ല. പക്ഷേ UDF ഒരു വമ്പൻ ഓഫറുമായാണ് വരുന്നത്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. അതൊരു ഗെയിം ചേഞ്ചറാകുമോ? LDF ആകട്ടെ വീട്ടമ്മമാർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു. NDA ആണെങ്കിൽ വർഷത്തിൽ 2 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകളും. ഓരോരുത്തരും ഓരോ വോട്ടർമാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളം എന്ന് പറയുന്നത് ഒറ്റ യൂണിറ്റല്ല. രാഷ്ട്രീയമായി നമുക്ക് കേരളത്തെ 3ആയി തിരിക്കാം: മലബാർ, മധ്യകേരളം, തെക്കൻ കേരളം. ഈ 3ഇടത്തും കളിയുടെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ തന്നെ ചിത്രം വ്യക്തമാകും. മലബാർ UDFന്റെ ഉറച്ച കോട്ടയാണ്. അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളാണ് അവരുടെ ശക്തി. മധ്യകേരളത്തിലേക്ക് വന്നാൽ കളി മാറും. അവിടെ നഗരങ്ങളിലെ മധ്യവർഗത്തിന്റെ വോട്ടുകളാണ് നിർണായകം. എന്നാൽ ശരിക്കുള്ള ട്വിസ്റ്റ് കിടക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. അവിടെ കടുത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ജാതിയും സമുദായവുമെല്ലാം ചേർന്ന് അവിടുത്തെ സമവാക്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. സർവേകളും തന്ത്രങ്ങളുമെല്ലാം ഒരു വശത്ത്. പക്ഷേ ചിലപ്പോൾ കളിയുടെ ഗതി തന്നെ മാറ്റിക്കളയുന്ന ചില അപ്രതീക്ഷിത ഘടകങ്ങളുണ്ടാകും. അത്തരം ചില വൈൽഡ് കാർഡുകൾ ഈ തിരഞ്ഞെടുപ്പിലുമുണ്ട്. നമ്മൾ ഇത്രയും നേരം ഡേറ്റയും കണക്കുകളുമൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ ഈ കണക്കുകൾക്ക് പിടികൊടുക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. ഏതാണ്ട് 20 ലക്ഷം വോട്ടർമാരാണ് പുതിയ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഇതിൽ ഭൂരിഭാഗവും ആരാണെന്നോ?
തൊഴിലിനും പഠനത്തിനുമായി വിദേശത്തേക്ക് പോയ നമ്മുടെ ചെറുപ്പക്കാർ. സാധാരണയായി ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ളൊരു വിഭാഗമാണിത്. ഈ 20 ലക്ഷം വോട്ടിന്റെ അഭാവം ആർക്കാണ് ഗുണം ചെയ്യുക, ആർക്കാണ് ദോഷം ചെയ്യുക? ഇതൊരു വലിയ ചോദ്യമാണ്. കൊല്ലത്തെ ഒരു വോട്ടറുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റി. ആരോഗ്യമേഖലയിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, മരുന്ന് കിട്ടാത്ത അവസ്ഥ, ഇത്തരം വ്യക്തിപരമായ അനുഭവങ്ങൾ ഒരുപാട് വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. ഇത് സർവേകൾക്ക് പിടികൊടുക്കാത്ത ഒരു വികാരമാണ്. നമ്മൾ അധികം ചിന്തിക്കാത്തൊരു കാര്യമാണ് കാലാവസ്ഥ. പക്ഷേ അതും ഒരു പ്രധാന ഘടകമായി മാറുകയാണ്. കനത്ത ചൂട് കാരണം പ്രചാരണം പോലും രാവിലെയും വൈകുന്നേരവുമാക്കി ചുരുക്കേണ്ടി വരുന്നു. ഇനി പോളിംഗ് ദിവസം ഇതുപോലെ കനത്ത ചൂടാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രായമായവരും മറ്റും വോട്ട് ചെയ്യാൻ മടിക്കുമോ? ഇത് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കാം. ഓക്കേ, അപ്പൊ നമ്മള് സർവേകൾ നോക്കി, മുന്നണികളുടെ തന്ത്രങ്ങൾ ചർച്ച ചെയ്തു, അപ്രതീക്ഷിത ഘടകങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇതെല്ലാം കൂടി ചേർത്തുവെച്ച് നമുക്കൊരു അന്തിമ നിഗമനത്തിലേക്കെത്താൻ ശ്രമിക്കാം. അപ്പോ നമ്മുടെ ഫൈനൽ വേർഡിക്റ്റ് ഇതാണ്. നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം, സർവേകളിലെ മുൻതൂക്കം, യുവാക്കളുടെ അഭാവം പോലുള്ള ഘടകങ്ങൾ, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ കേരളം തന്റെ പഴയ രാഷ്ട്രീയ ശൈലിയിലേക്ക്, അതായത് ഭരണമാറ്റത്തിലേക്ക് തിരിച്ചുപോകാനാണ് കൂടുതൽ സാധ്യത. UDF ഏകദേശം 74 മുതൽ 82 വരെ സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം LDF ശക്തമായ പ്രതിപക്ഷമായി സഭയിലുണ്ടാകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇനി അങ്ങോട്ട് കേരള രാഷ്ട്രീയം അത്ര എളുപ്പത്തിൽ പ്രവചിക്കാൻ പറ്റില്ല. നേരിയ ഭൂരിപക്ഷങ്ങൾ, വളർന്നുവരുന്നൊരു മൂന്നാം ശക്തി, വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷരാകുന്ന യുവാക്കൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളം ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിലേക്ക് കടക്കുകയാണോ എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് നിർത്തുന്നു.